3 ദിവസം നീണ്ടുനിൽക്കുന്ന മുരുക ഭക്ത മഹാസംഗമത്തിന് ഇന്ന് കൊടിയിറങ്ങും. സമാപന ദിനത്തിന്റെ ഭാഗമായി കാവടിയാത്ര നടന്നു. പഴനി ഭോഗർ പുലിപ്പാണി ആശ്രമ മഠാധിപതി ശ്രീമദ് ശിവാനന്ദ പുലിപ്പാണി സ്വാമികൾ സർവൈശ്വര്യ ഹോമത്തിന് നേതൃത്വം നൽകി. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടി 3 ദിവസം നീണ്ടുനിന്ന മഹാസംഗമത്തിന് ഔദ്യോഗിക പരിസമാപ്തിയാകും. 3 ദിവസമായി നടന്നുവന്ന മുരുകഭക്ത മഹാസംഗമത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സമാപന ദിവസമായ ഇന്ന് കാവടി ഘോഷയാത്ര നടന്നു. പൂജപ്പുര ചെങ്കള്ളൂർ ക്ഷേത്രാങ്കണത്തിൽ നിന്നും മുരുകഭക്ത മഹാസംഗമം നടക്കുന്ന നവരാത്രി മണ്ഡപ മൈതാനം വരെയായിരുന്നു ഘോഷയാത്ര. യാത്രയെ പഴനി ഭോഗർ പുലിപ്പാണി ആശ്രമം മഠാധിപതി ശ്രീമദ് ശിവാനന്ദ പുലിപ്പാണി സ്വാമികൾ ആചാരപരമായി സ്വീകരിച്ചു. തുടർന്ന് നടന്ന സർവൈശ്വര്യ ഹോമത്തിന് പുലിപ്പാണി ആശ്രമം മഠാധിപതി ശിവാനന്ദ പുലിപ്പാണി സ്വാമികൾ നേതൃത്വം നൽകി. കേരളം മുരുകഭഗവാന്റെ മണ്ണാണ്. പഴനിമലയും മലയാളിയും തമ്മിലുള്ള ആത്മബന്ധം വളരെ വലുതാണ്. പത്മനാഭന്റെ മണ്ണിൽ നടക്കുന്ന മുരുകഭക്ത മഹാസംഗമം വലിയ മാറ്റത്തിന് തിരിതെളിയിക്കുമെന്നും സ്വാമി ശിവാനന്ദ പുലിപ്പാണി പറഞ്ഞു. பழனியிலிருந்து நாங்கள் வந்திருக்கின்றோம். ஏன்னா பழனிக்கும் கேரளாவுக்கும் ரொம்ப அருமையான தொடர்பு. ஏன்னா உங்களுக்கு நான் தமிழில் தான் பேசுகிறேன், உங்களுக்கு அருமையாக புரியும். கேரளாவிலிருந்து அதிகமான மக்கள் அங்கே தமிழக மண்ணிற்கு பழனிக்கு வருகிறார்கள். ஏன்னா அந்த பழனியுடைய முருகனுக்கு நிறைய பேருக்கு வந்து குல தெய்வமாக விளங்குகின்றார் அந்த பழனி முருகன் ஞான ദണ്ഡായുധപാണി. മുരുകസംഗമത്തോട് ഒരു വിഭാഗം മാധ്യമങ്ങൾ കടുത്ത അവഗണന കാട്ടിയെന്ന ഹിന്ദുധർമ്മ പരിഷത്ത് അധ്യക്ഷൻ എം ഗോപാൽ കുറ്റപ്പെടുത്തി. മുരുകഭക്ത മഹാസംഗമത്തോടെ ഹൈന്ദവ ഐക്യം ഊട്ടിയുറയ്ക്കപ്പെടുമെന്നും എം ഗോപാൽ പറഞ്ഞു. ഒരു വലിയ ജനപങ്കാളിത്തമാണ് അതിൽ വരുന്നത്. ഭക്തന്മാരുടെ പങ്കാളിത്തം, ഒരു ആധ്യാത്മിക മുന്നേറ്റം അതിൽ നിന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളൊരു ഉത്സവമായി അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹിന്ദു ഏകതയ്ക്ക് വേണ്ടി മുരുക ഭഗവാൻ എത്തിച്ച ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭജനകൾ നടക്കുന്നു, പൂജകൾ നടക്കുന്നു, ആ പൂജയിൽ പങ്കാളിത്തമുണ്ടാകുന്നു. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം VHP അഖില ഭാരതീയ സംഘടനാ സെക്രട്ടറി സ്ഥാണുമാലയൻ ജി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ആത്മീയ, സാംസ്കാരിക, സാമുദായിക മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. തുടർന്ന് പ്രശസ്ത ഗായകൻ കണ്ണൻ ജി നയിക്കുന്ന ഭക്തിഗാന സന്ധ്യയും നടക്കും. ഇതോടെ 3 ദിവസത്തെ മുരുകഭക്ത മഹാസംഗമത്തിന് ഔദ്യോഗികമായി കൊടിയിറങ്ങും. ജനം, തിരുവനന്തപുരം.